മുരളി നെല്ലനാട് നോവൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മായാദേവി എഴുതിയ രാത്രിമഴ. പുറത്തെ ഒച്ചയും ചിരിയും നിലച്ചു. മുറിയിലെ ഇരുട്ടിൽ അർച്ചന ഒരു ശില പോലെ കട്ടിലിരുന്നു. തൻ്റെ കുഞ്ഞിനെ കണ്ടെത്തിത്തരാൻ കാർത്യായനി സഹായിക്കില്ലെന്ന് അവൾക്കുറപ്പായി. കുഞ്ഞിനെ കൈവിട്ടിട്ട് ഒരു ദിവസമായിരിക്കുന്നു. ഇന്നലെ ഇതേ രാത്രി. ഇനി ഇവിടേക്ക് വരാൻ പോകുന്നത് ചെവള രാഘവനാണ്. കാർത്യായനി അയാളെ വിവരം അറിയിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാണ്. ഏത് നിമിഷവും അയാൾ പ്രത്യക്ഷപ്പെടും. ഇവിടെ നിന്ന് രക്ഷപ്പെടണം. തനിക്ക് വേണ്ടിയല്ല, തൻ്റെ കുഞ്ഞിനെ വീണ്ടെടുക്കാൻ വേണ്ടി. ഹിമ മാഡത്തിൻ്റെ അടുത്തെത്താനായാൽ അവർ സഹായിക്കുമെന്ന് ഉറപ്പാണ്. അവൾ മെല്ലെ എഴുന്നേറ്റു. ഇരുട്ടിൽ തപ്പിത്തടഞ്ഞു ചെന്ന് ശബ്ദമുണ്ടാക്കാതെ വാതിൽ തുറന്നു. ഹാളിൽ വെളിച്ചമുണ്ടായിരുന്നു. അവൾ തല പുറത്തേക്ക് നീട്ടി. നിലത്ത് വിരിച്ച പുൽപ്പായയിൽ രണ്ട് ചെറുപ്പക്കാർ കിടന്നുറങ്ങുന്നു. വെറും നിലത്ത് കമിഴ്ന്നു കിടക്കുകയാണ് ആംബ്രോസ്. കാർത്യായനി മുറിയിലാണെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ വാതിൽ ചാരിയിട്ട് ലൈറ്റിട്ടു. അലമാരിയുടെ മുകളിലിരുന്ന തൻ്റെ ബാഗ് അർച്ചന എടുത്തു. ലൈറ്റ് അണച്ചിട്ട് അവൾ വാതിൽ അല്പം തുറന്ന് പുറത്തിറങ്ങി. ഒരു കൈ തലയ്ക്ക് മുകളിൽ ഉയർത്തിവെച്ച് ഒരു കാൽ മടക്കി ഓടുന്ന പോസിലാണ് ആംബ്രോസ് കിടന്നത്. അവൻ്റെ കൈക്കുള്ളിലിരുന്ന മൊബൈൽ ഫോൺ അർച്ചന കണ്ടു. അവളുടെ മനസ്സുണർന്നു. പാദങ്ങൾ അമർത്തി വെച്ച് അവൾ അവൻ്റെ അടുത്തേക്ക് നീങ്ങി. അവനെ ഉണർത്താതെ അവൾ ആ ഫോൺ കയ്യിൽ നിന്നെടുത്തു. രക്ഷപ്പെടാൻ അർച്ചനയുടെ മനസ്സ് കുതിച്ചുകൊണ്ടിരുന്നു. വേഗം അവൾ വാതിലിന് മുന്നിലെത്തി. തിരിഞ്ഞു നോക്കി. കതകിൻ്റെ കുറ്റി പതുക്കിയെടുത്തു. ശബ്ദമുണ്ടാക്കാതെ പുറത്തേക്കുള്ള വാതിൽ അല്പം തുറന്നതും കൊടും തണുപ്പ് ഇരച്ചു കയറി. പുറത്തിറങ്ങി അവൾ വാതിൽ ചേർത്ത് ചാരി. മൂടൽ മഞ്ഞിൻ്റെ ദ്വീപിനുള്ളിലായി അവൾ. ഒരിഞ്ച് പോലും മുന്നോട്ട് നടക്കാനാവാത്ത അവസ്ഥ. സാരി പിടിച്ച് തലവഴി അവൾ പുതച്ചു. ഒരു ലക്ഷ്യം വെച്ച് കൂരിരുട്ടിലൂടെ അവൾ കാലുകൾ വെച്ച് പരതി റോഡ് ലക്ഷ്യമാക്കി ചലിച്ചു. 10 മിനിറ്റിൽ കൂടുതൽ എടുത്തു റോഡിലെത്താൻ. കാട്ടുപന്നിയുടെ ശല്യമുള്ള സ്ഥലമായിരുന്നു അത്. മൊബൈൽ ഫോൺ ഓൺ ചെയ്തപ്പോൾ അത് കണ്ണു തുറന്നു. സമയം 12:40. തിടുക്കത്തിൽ അവൾ ഹിമ വാസുദേവിൻ്റെ നമ്പർ ടൈപ്പ് ചെയ്തു. ഡിസ്പ്ലേയിൽ തെളിഞ്ഞ നമ്പറിൽ ഒന്നുകൂടി നോക്കി ഉറപ്പുവരുത്തി കോൾ ചെയ്തു. ഈശ്വര, കൈവിടല്ലേ. അവൾ വിറച്ചുകൊണ്ട് നിന്നു. മറുവശത്ത് ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടു തുടങ്ങി. ഫോൺ എടുത്തില്ലെങ്കിൽ മെസ്സേജ് ചെയ്യാൻ അവൾ തീരുമാനിച്ചു. റിങ് ചെയ്ത് ഏതാണ്ട് കുറേ സമയം കഴിഞ്ഞതോടെ അർച്ചനയ്ക്ക് നിരാശയായി. പെട്ടെന്ന് ഉറക്കച്ചടവുള്ള സ്വരം കാതിലെത്തി. ഹലോ, ഡോക്ടർ ഹിമ വാസുദേവ്. ആരാ? പെട്ടെന്നൊന്നും അവൾക്ക് വാക്കുകൾ വന്നില്ല. മാഡം, ഞാൻ അർച്ചനയാ. മാഡത്തിന് എന്നെ ഓർമ്മയില്ലേ? എൻ്റെ കുഞ്ഞിനെ അബോർട്ട് ചെയ്യാൻ ഞാൻ മാഡത്തിൻ്റെ മുന്നിൽ വന്നത്. എന്നെ ഓർമ്മയില്ലേ മാഡം? ഞാൻ അർച്ചനയാ മാഡം. മാഡം എനിക്ക് ഫോൺ നമ്പർ തന്നിരുന്നു. അവൾ കരയാൻ തുടങ്ങി. യെസ്, അർച്ചന. എന്താ ഈ നേരത്ത്? ഞാൻ പ്രസവിച്ചു മാഡം. ഇന്നലെ രാത്രി എൻ്റെ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെട്ടു. ഞാനിപ്പോൾ എങ്ങോട്ട് പോകുമെന്നറിയാതെ റോഡിലിറങ്ങി നിൽക്കുക. എന്നെ സഹായിക്കൂ മാഡം. സഹായം ചോദിക്കാൻ എനിക്ക് ആരുമില്ല മാഡം. അവൾ പൊട്ടിക്കരഞ്ഞു. റിലാക്സ് അർച്ചന. അർച്ചന ഇപ്പോൾ എവിടെയാ ഉള്ളത്? തെന്മലയിൽ ഒരിടത്താ. അവൾ കരച്ചിലടക്കി. കൃത്യമായ സ്ഥലം അറിയില്ലേ? ലുക്ക് ഔട്ട് പോയിന്റ് എന്നൊരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് കുറേ പടവുകൾ താഴേക്കിറങ്ങിയാൽ ചെറിയൊരു റോഡുണ്ട്. അവിടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ എങ്ങോ ആരുമില്ല. അർച്ചന എന്തിയെ പകൽ വിളിക്കാതിരുന്നത്? ഇവിടെ ഒരു വീട്ടിൽ തടങ്കലിലായിരുന്നു ഞാൻ. ഇതെൻ്റെ ഫോണല്ല, കാവൽ ഏർപ്പെടുത്തിയ ഒരാളിൻ്റെയാ. അവർ ഉണർന്നാൽ എന്നെ പിടികൂടും. പിന്നീട് എനിക്ക് രക്ഷപ്പെടാനാവില്ല മാഡം. എന്നെ രക്ഷിക്കണേ. ഓക്കെ ഓക്കെ, അവിടെ തന്നെ നിൽക്ക്, ഞാൻ വരാം. കോൾ കട്ടായി. അർച്ചന ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു. അവൾ റോഡിലൂടെ നടന്ന് പടവുകൾ ലക്ഷ്യമാക്കി നീങ്ങിയെങ്കിലും മുന്നോട്ട് ഒരടി നീങ്ങാനാവാതെ അവൾ റോഡിൽ കുഴഞ്ഞിരുന്നു. ബാഗ് തുറന്ന് കൈയിട്ട് പരതി ഒരു സാരി അവൾ വലിച്ചെടുത്തു. വിറച്ചുകൊണ്ട് അവൾ സാരി പുതച്ചു. മുകളിലെ കാട് തകർത്ത് താഴേക്ക് എന്തോ വരുന്നത് അറിഞ്ഞ് അവൾ നടുക്കം കൊണ്ടു. കൊടും മഞ്ഞിൽ ഒന്നും വ്യക്തമായില്ല. റോഡ് മുറിച്ച് അവൾക്ക് മുന്നിലൂടെ പാഞ്ഞു പോയത് കാട്ടുപന്നിക്കൂട്ടമായിരുന്നു. കിടുങ്ങി വിറച്ച് അവൾ ഇരുന്നു. ഒരു ജാഥ പോലെ കാട്ടുപന്നിക്കൂട്ടം പാഞ്ഞുപോയി. പെട്ടെന്ന് ഫോൺ റിങ് ചെയ്തു. വിറച്ചുകൊണ്ട് അവൾ ഫോൺ എടുത്ത് നോക്കി. ഹിമ വാസുദേവ്. മാഡം. വിറയലോടെ അർച്ചന ശബ്ദിച്ചു. അർച്ചന അവിടെ തന്നെ ഉണ്ടല്ലോ.
ഹിമ വാസുദേവിൻ്റെ സ്വരം വന്നു. ഉണ്ട് മാഡം. ഓക്കെ, ഞാൻ ഓൺ ദ വേ ആണ്. കോൾ മുറിഞ്ഞു. എഴുന്നേറ്റ് പടവുകൾ കയറിയാൽ പുനലൂർ തെന്മല റോഡിലെത്താം. സ്റ്റെപ്പുകൾ കയറി ചെന്നാൽ ലുക്ക് ഔട്ട് പോയിൻ്റാണ്. മുന്നോട്ട് പോയേ തീരൂ. രക്ഷപ്പെടണം. കുഞ്ഞിൻ്റെ മുഖം മനസ്സിലോർത്തതും അവൾ 2 കൈയും റോഡിൽ കുത്തി എഴുന്നേറ്റു. തല ചുറ്റൽ അവൾ അറിഞ്ഞു. കുറേ നേരം അവൾ റോഡിൽ നിന്നു. ഡാമിനപ്പുറത്തെ കാട്ടിൽ നിന്ന് വന്യമൃഗങ്ങളുടെ കരച്ചിലും അലർച്ചയും അവൾ കേട്ടുകൊണ്ടിരുന്നു. ബാഗ് എടുത്ത് ഇടർന്ന ചുവടുകൾ വെച്ച് അവൾ മുന്നോട്ട് നടന്നു. ഒരുവിധം അവൾ പടവുകൾക്കടുത്തെത്തി. 100ഓളം സിമൻറ്റ് പടവുകൾ കയറിയാലേ ലുക്ക് ഔട്ട് പോയിന്റിലെത്തൂ. പടവുകൾ കയറാനുള്ള ശക്തി അവൾക്കില്ലായിരുന്നു. സിമൻറ്റ് കെട്ടിൽ പിടിച്ച് അവൾ നിന്ന് വിറച്ചു. സമയം പിന്നെയും നീണ്ടു. സിമൻറ്റ് കെട്ടിൽ ചാരി അവൾ നിലത്തിരുന്നു. കണ്ണുകൾ കൂമ്പിയടയുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. ഫോൺ വീണ്ടും ശബ്ദിച്ചു. മാഡം, അർച്ചന, ഞാൻ ലുക്ക് ഔട്ട് പോയിന്റിലെത്തി. നീ എവിടെയുണ്ട്? വണ്ടി കാണുന്നില്ലേ? മാഡം, എനിക്കിവിടെ നിന്ന് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. പടിക്കെട്ടിന് താഴെയാ ഞാൻ. അവൾ കരഞ്ഞു. ഒന്ന് ഉറക്കെ വിളിച്ചേ. അവൾക്ക് ഒച്ച പൊന്തിയില്ല. സിമൻറ്റ് കെട്ടിൽ തപ്പിപ്പിടിച്ച് അവൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. അർച്ചന! ആ വിളി അവൾ കേട്ടില്ല. ചെവികൾ അടഞ്ഞു പോകുന്നത് പോലെ അർച്ചനയ്ക്ക് തോന്നി. കണ്ണുകൾ കൂമ്പിയടഞ്ഞു. നിലത്തേക്ക് ഊർന്നു വീഴുമ്പോൾ കയ്യിലിരുന്ന ഫോൺ തെറിച്ചുപോയി. ബോധരഹിതയായി അർച്ചന വലതുഭാഗത്തേക്ക് വീണു. കുറ്റിക്കാട് നിറഞ്ഞ പൊന്ത പടർപ്പായിരുന്നു അത്. അർച്ചന അതിനുള്ളിലേക്ക് ആണ്ടുപോയി. ഹലോ അർച്ചന, ഹലോ ഹലോ. ഹിമ വാസുദേവ് ഉറക്കി വിളിച്ചു. ഒരു പ്രതികരണവും ഉണ്ടായില്ല. ചീവീടുകളുടെ ശബ്ദം മാത്രം കേട്ടു. എന്താ മാഡം? 2 പേർ ഹിമയുടെ അടുത്തേക്ക് വന്നു. ഒരു റെസ്പോൺസുമില്ല. കോൾ കട്ടായിട്ടില്ല. കോൾ കട്ട് ചെയ്തിട്ട് മാഡം ഒന്നുകൂടി വിളിച്ചേ, ഒരാൾ പറഞ്ഞു. ഹിമ കോൾ കട്ട് ചെയ്തിട്ട് വീണ്ടും വിളിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ റിങ് ചെയ്യാൻ തുടങ്ങി. റിങ് ചെയ്ത് തീർന്നതല്ലാതെ മറുപടി ഉണ്ടായില്ല. കോൾ അറ്റൻഡ് ചെയ്തില്ല. അവൾ തളർന്നു വീണിട്ടുണ്ടാവും. മഞ്ഞിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് സമയം കുറേ ആയില്ലേ? എങ്ങനെ കണ്ടെത്താനാ മാഡം? ടോർച്ച് തെളിക്ക്. ചിന്തിച്ചു നിൽക്കാൻ സമയമില്ല. മഞ്ഞിനെ തുളച്ച് ടോർച്ച് വെട്ടം നീണ്ടു. താഴേക്കുള്ള സിമൻറ്റ് പടികൾ ഹിമ കണ്ടു. ഈ പടിക്കെട്ടിന് താഴെ അവൾ ഉണ്ടെന്നാ പറഞ്ഞത്. നമുക്ക് നോക്കാം. ഹിമ മുന്നോട്ട് നടന്നു. ടോർച്ചടിച്ച് പിന്നാലെ 2 പേര് നീങ്ങി. നോക്കി നടക്കണേ മാഡം, ഇഴജന്തുക്കളുള്ള സ്ഥലമാ, പിന്നിൽ നടന്ന മനുഷ്യൻ പറഞ്ഞു. ഇറങ്ങുന്തോറും പടവുകൾ അനന്തമായി നീണ്ടു. പാതാളത്തിലേക്കുള്ള പടവുകളാണെന്ന് ഹിമയ്ക്ക് തോന്നി. ചുറ്റിനും എന്താണെന്നൊരു രൂപവുമില്ല. കൊടും തണുപ്പിൻ്റെ ഗുഹയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന പ്രതീതി. മാഡം, ഇത് റിസ്കാ. പോലീസിൽ വിവരം അറിയിക്കുന്നതല്ലേ നല്ലത്? പിന്നിൽ നടന്നയാൾ ചോദിച്ചു. നമ്മൾ ഇവിടം വരെ എത്തിയില്ലേ പീറ്റർ? താഴെ ചെന്ന് നോക്കാം, എന്നിട്ട് തീരുമാനിക്കാം. പല ഘട്ടങ്ങളായാണ് പടവുകൾ പണിഞ്ഞിരുന്നത്. അതിനാൽ ഇറക്കം ദുഷ്കരമായിരുന്നില്ല. 3 പേരും താഴെ റോഡിലെത്തി. ഇവിടെ വണ്ടി വരുമായിരുന്നല്ലോ, ഒരാൾ പറഞ്ഞു. അർച്ചന, ഹിമ ഉച്ചത്തിൽ വിളിച്ചു. ഹിമയുടെ വിളി മാറ്റല് കൊണ്ടു. ലൈറ്റ് തെളിച്ച് നോക്ക്. എവിടെയെങ്കിലും ബോധം കെട്ട് കിടപ്പുണ്ടാവും. കടുത്ത മഞ്ഞായിരുന്നു അവിടെ. ടോർച്ചിൻ്റെ ശക്തിയേറിയ വെളിച്ചത്തിൽ അധികം ദൂരേക്ക് പോകാനായില്ല. ഹിമ ഉടൻ അർച്ചന വിളിച്ച നമ്പറിലേക്ക് വിളിച്ചു. ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം അവർ കേട്ടു. മാഡം, ഇവിടെ എവിടെയോ ഉണ്ട്. ഫോൺ എവിടെയാണെന്ന് കണ്ടെത്താൻ അവർക്കായില്ല. മാഡം, അതാ ഒരു ബാഗ്. ടോർച്ച് വെളിച്ചം സിമൻറ്റ് കെട്ടിനടുത്തിരുന്ന അർച്ചനയുടെ ബാഗിൽ പതിച്ചു. യെസ്, അവൾ ഈ ഭാഗത്ത് എവിടെയോ വീണ് കിടപ്പുണ്ട്. അവിടെ നോക്കൂ, വേഗം. എല്ലാവരും ബാഗിനടുത്തേക്ക് നീങ്ങി. ടോർച്ച് വെട്ടം എല്ലാ ഭാഗത്തും വീണു. കമ്പിൽ കുരുങ്ങിക്കിടക്കുന്ന സാരി അവരുടെ കണ്ണിൽപ്പെട്ടു. അവിടെ അവളുണ്ട്. ഹിമ പൊന്തപ്പടപ്പിലേക്ക് വിരൽ ചൂണ്ടി. മാഡം, ടോർച്ചടിച്ചേ. ഹിമ ടോർച്ച് വാങ്ങി. കൂടെ വന്നവർ പൊന്തപ്പടർപ്പിൽ ഇറങ്ങി. ഒരാൾ ചവിട്ടിയത് അർച്ചനയുടെ കാലിലായിരുന്നു. മാഡം, ഇവിടെ കിടപ്പുണ്ട്. മൈ ഗോഡ്. അവിടേക്ക് ഹിമ ടോർച്ച് തെളിച്ചു. ഒന്നും വ്യക്തമായില്ല. പൊന്തപ്പടർപ്പുകൾ ചവിട്ടി മെതിച്ച് കുറ്റിക്കാടുകൾ വകഞ്ഞു മാറ്റി ഒരാൾ അർച്ചനയെ ചുമലിലെടുത്ത് ആയാസപ്പെട്ട് കയറി വന്നു. മറ്റേയാൾ കൈ കൊടുത്ത് അയാളെ വലിച്ചു കയറ്റി. ബോധമില്ലാതെ അവൾ അയാളുടെ ചുമലിൽ കിടന്നു. കുറേ പടവുകൾ കയറി നിരപ്പായ സ്ഥലത്ത് അർച്ചനയെ കിടത്തി. ഹിമ അടുത്തിരുന്ന് അവളുടെ പൾസ് നോക്കി. അർച്ചന. ഹിമ അവളുടെ കവളിൽ തട്ടി. അർച്ചന കണ്ണു തുറന്നില്ല. ശരീരം തണുത്തു മരവിച്ചു.
വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കണം. ക്യുക്ക്. ഹിമ തിടുക്കപ്പെട്ടു. അടുത്തയാൾ അർച്ചനയെ തോളിലെടുത്തു. മറ്റൊരാൾ ബാഗെടുത്ത് ടോർച്ച് തെളിച്ചു. അവർ സിമന്റ് പടവുകൾ കയറാൻ തുടങ്ങി. 6 മണി കഴിഞ്ഞാണ് കാർത്തികേയനി കണ്ണു തുറന്നത്. തലേ ദിവസത്തെ കെട്ടിവിടാതെ കുറേ നേരം കിടന്നു. പിന്നെ എഴുന്നേറ്റിരുന്നു. തലമുടി കെട്ടിവെച്ചു. സന്ധ്യ കഴിയുമ്പോൾ ചെവള രാഘവൻ എത്തും. ഉണർവോടെ കാർത്തികേയനി വാതിൽ തുറന്ന് പുറത്തു വന്നു. ആംബ്രോസും കൂട്ടുകാരൻ ഹാളിൽ ഉറങ്ങിക്കിടപ്പുണ്ട്. കിടപ്പ് കണ്ടില്ലേ, ഉടുതുണി പോലുമില്ലാതെ. പിറുപിറുത്തുകൊണ്ട് കാർത്തികേയനി അർച്ചനയുടെ മുറിയിലേക്ക് നടന്നു. എടി പെണ്ണേ. വാതിലിൽ തട്ടിയപ്പോൾ കതക് താനേ തുറന്നു. കുറ്റിയിടാതെയാണോ ഇവൾ കിടന്നത്? കാർത്തികേയനി വേഗം മുറിയിൽ കയറിയതും ഞെട്ടിപ്പോയി. കട്ടിലിൽ അർച്ചനയില്ല. അയ്യോ, ഈ പെണ്ണ് എവിടെ പോയി? കാർത്തികേയനിയുടെ ഉള്ളു കാളി. പുറത്തേക്ക് ഓടിയ കാർത്തികേയനി പെട്ടെന്ന് തന്നെ നിന്നു. തിരിച്ചു വന്ന് കട്ടിലിൻ്റെ അടിയിലേക്ക് നോക്കി. അർച്ചനയുടെ ബാഗ് കാണാനില്ല. ഈശ്വര, അവൾ രക്ഷപ്പെട്ടു പോയി. നിലവിളിയോടെ കാർത്തികേയനി പുറത്തേക്ക് ഓടി വന്നു. പുറംകാലുകൊണ്ട് ഉറങ്ങിക്കിടന്ന ആംബ്രോസിൻ്റെ ദേഹത്ത് തട്ടി. എണ്ണീരട കന്നാലി. ആംബ്രോസ് അഴിഞ്ഞുകിടന്ന കൈലിയും വാരിപ്പിടിച്ച് ചാടി എഴുന്നേറ്റു. ഒച്ച കേട്ട മറ്റുള്ള ചെറുപ്പക്കാരും എഴുന്നേറ്റു. കാർത്തികേയനി ഭദ്രകാളിയെപ്പോലെ മുന്നിൽ നിൽക്കുകയാണ്. കാവലിനെ വിളിച്ചു വരുത്തിയിട്ട് പോത്തുപോലെ കിടന്നുറങ്ങുന്നടാ പട്ടികളെ. ആ പെണ്ണിനെ കാണാനില്ലടാ. കാർത്തികേയനി വിളിച്ചു കൂവി. ആംബ്രോസ് മിഴിച്ചു നിന്നു. അവൾ രക്ഷപ്പെട്ടടാ, പോയി നോക്കടാ. ആംബ്രോസും കൂട്ടരും ചാരിയിരുന്ന വാതിൽ തുറന്ന് പുറത്തു ചാടി. പിന്നാലെ കാർത്തികേയനി ഓടി. വീട് വലം വെച്ച് ആംബ്രോസും കൂട്ടുകാരും തിരിച്ചു വന്നു. ഇവിടെ എങ്ങുമില്ല. വെളുപ്പിന് എഴുന്നേറ്റ് പോയതാവും. ഈ ചുറ്റുപാട് വിട്ട് അവൾ പോയിട്ടുണ്ടാവില്ല. പോയി നോക്കടാ. വണ്ടിയുടെ കീ എടുക്കാൻ അകത്തേക്ക് പോയ ആംബ്രോസ് വേഗം തിരിച്ചു വന്നു. ചേച്ചി, എൻ്റെ മൊബൈലും കൊണ്ട് അവൾ പോയത്. പോയിനടാ. അവൾ എവിടെയുണ്ടെങ്കിലും പോയി കണ്ടുപിടിച്ചോണ്ട് വാ. അവളില്ലാതെ ഒരുത്തനും കാർത്തികേയനിയുടെ മുന്നിലേക്ക് വരരുത്. പോ. കാർത്തികേയനി അലറി. ആംബ്രോസും കൂട്ടുകാരും റോഡിലേക്ക് ഓടി. എൻ്റെ ദൈവങ്ങളെ, ആ കാലമാടൻ വരുമ്പോൾ ഞാൻ എന്ത് സമാധാനം പറയും? കാർത്തികേയനി തലയിൽ കൈവച്ചു. സെൽ റിങ് ചെയ്തപ്പോൾ കാർത്തികേയനി വീട്ടിലേക്ക് ഓടി. ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ചെവള രാഘവൻ്റെ കോൾ. വിറയിലോടെ കാർത്തികേയനി കോൾ എടുത്തു. ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചടി. എൻ്റെ കൂടെ എന്തിനും പോന്ന 2 തമിഴത്തികളുണ്ട്. കാർത്തികേയനി ശ്വാസം അടക്കി പിടിച്ച് കേട്ടു നിന്നു. രാത്രി വൈകിയേ ഞങ്ങൾ അവിടെ എത്തൂ. നീ പേടിക്കൊന്നും വേണ്ട. മദ്യം കൊടുത്ത് മയക്കി ഞാൻ അവളെ കൊണ്ടുപോയിക്കോളാം. ആ, ചേട്ടൻ ഇങ്ങ് പോര്. കാർത്തികേയനി സംസാരം അവസാനിപ്പിച്ചു. എവിടെ വെച്ചെങ്കിലും അർച്ചന ആംബ്രോസിൻ്റെ കയ്യിൽ പെടുമെന്ന് ഉറപ്പാണ്. അധികം ദൂരത്തൊന്നും പോകാൻ അവൾക്ക് പറ്റില്ല. പുനലൂർ ഒരു ഡോക്ടറുടെ കാര്യം അവൾ പറഞ്ഞത് കാർത്തികേയനി ഓർത്തു. ഉടൻ ആംബ്രോസിൻ്റെ കൂടെ പോയ ആക്രി ബിനുവിൻ്റെ ഫോണിലേക്ക് കാർത്തികേയനി വിളിച്ചു. എന്താ ചേച്ചി, നിങ്ങളിപ്പോൾ എവിടാടാ പിള്ളേരെ? തെന്മല. എടാ, നേരെ പുനലൂർക്ക് വിട്ടോ. അവിടെ ഒരു ഡോക്ടറെ അവൾക്ക് പരിചയമുണ്ട്. ബസ് സ്റ്റാൻഡിലും അവിടെയുള്ള ആശുപത്രികളിലും തിരഞ്ഞു. ശരി ചേച്ചി, രാത്രിക്ക് മുമ്പ് അവളെ കണ്ടെത്തിയേ പറ്റൂ. അല്ലെങ്കിൽ കാർത്തികേയനിയുടെ ദേഹത്ത് ജീവൻ ഉണ്ടാവില്ല. വരാൻ പോണത് അങ്ങനെ ഒരുത്തനാ. അവളെ ഞങ്ങൾ പൊക്കിയിരിക്കും. ചേച്ചി ധൈര്യമായിരിക്കെ. റോസ്മലയ്ക്ക് 2 പേരെ വിടണമെന്ന് കാർത്തികേയനി നിശ്ചയിച്ചു. വീടും പൂട്ടി കാർത്തികേയനി ഇറങ്ങി. അർച്ചന പതുക്കെ കണ്ണു തുറന്നു. സാവധാനം അവളുടെ മനസ്സിലേക്ക് കഴിഞ്ഞുപോയ സംഭവങ്ങൾ ഒന്നൊന്നായി കടന്നു വന്നു. അവൾ എഴുന്നേറ്റിരുന്നു ചുറ്റും നോക്കി. ഒരു ഹാളായിരുന്നു അത്. 15ഓളം ബെഡുകൾ. പകുതിയിലും രോഗികൾ ഉണ്ടായിരുന്നു. ഒരു നേഴ്സ് അവളുടെ അരികിലേക്ക് വന്നു. ഞാനിതെവിടെയാ? ഇത് ഹോസ്പിറ്റലാ. സൗമ്യമായി ചിരിയോടെ നേഴ്സ് പറഞ്ഞു. ഞാൻ എങ്ങനെ ഇവിടെ എത്തി? അർച്ചനയെ ഇന്നലെ രാത്രി ഹിമ മാഡമാണ് കൊണ്ടുവന്നത്. കിടന്നോളൂ. അർച്ചന കണ്ണു തുറന്ന കാര്യം ഞാൻ മാഡത്തെ അറിയിക്കാം. നേഴ്സ് അവളെ പിടിച്ചു കിടത്തി. രാത്രി ബോധമറ്റു കിടന്ന തന്നെ കണ്ടെത്തിയത് ഹിമ മാഡമാണെന്ന് അർച്ചനയ്ക്ക് മനസ്സിലായി. കാർത്തികേയനിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞു. കുഞ്ഞിനെ ഓർത്തതും അവൾ വിങ്ങിക്കരയാൻ തുടങ്ങി. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ നേഴ്സ് അവൾക്കടുത്തേക്ക് വന്നു. ഒരു ഗ്ലാസ് ചായ അവരുടെ കയ്യിലുണ്ടായിരുന്നു. മാഡം ലേബർ റൂമിലാ. ഉച്ച കഴിഞ്ഞ് ഇറങ്ങാൻ പറ്റൂ. അർച്ചന, ഇനി ആരെയും പേടിക്കണ്ടെന്ന് പറയാൻ മാഡം പറഞ്ഞു. ഇതാ ചായ, കുടിക്കൂ. നേഴ്സ് അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് ചായ ഗ്ലാസ് കയ്യിൽ കൊടുത്തു. അവൾ ചായ കുടിച്ചു. ഇവിടെ വരുമ്പോൾ അർച്ചനയ്ക്ക് കടുത്ത പനിയുണ്ടായിരുന്നു. വിശപ്പുണ്ടോ? കഴിക്കാൻ എന്താ വേണ്ടേ? എനിക്കൊന്നും വേണ്ട സിസ്റ്റർ. അത് പറഞ്ഞാൽ പറ്റില്ല. ദോശ വാങ്ങിത്തരാം. കിടന്നോളൂ.
ഗ്ലാസ് വാങ്ങി നേഴ്സ് അവിടെ നിന്ന് പോയി. അതൊരു ഒബ്സർവേഷൻ വാർഡാണെന്ന് അർച്ചനയ്ക്ക് മനസ്സിലായി. എവിടെയായിരിക്കും തൻ്റെ പൊന്നുമോൻ? വിശന്ന് കരയുന്നുണ്ടാവും അവൻ. അവനെ രക്ഷിക്കാൻ കഴിയാതെ പോയല്ലോ. അവൾ കരയാൻ തുടങ്ങിയപ്പോൾ അടുത്ത ബെഡിലെ കൂട്ടിരിപ്പുകാരി അടുത്തു വന്നു. എന്താ കുട്ടി? അവൾ ഒന്നും പറയാതെ കണ്ണുകൾ അടച്ച് അമർത്തി കരഞ്ഞു. ദോശ വാങ്ങിക്കൊടുത്തെങ്കിലും അവൾ കഴിച്ചില്ല. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനും അവൾ കൂട്ടാക്കിയില്ല. 3 മണി കഴിഞ്ഞാണ് ഹിമ അവളുടെ അടുത്ത് വന്നത്. ആരോ നെറ്റിയിൽ കൈവച്ചതറിഞ്ഞാണ് അർച്ചന കണ്ണു തുറന്നത്. മാഡം. അവൾ വിങ്ങിപ്പൊട്ടി. എന്താ ഒന്നും കഴിക്കാതിരുന്നത്? ഇപ്പോൾ തന്നെ അർച്ചനയുടെ കണ്ടീഷൻ വളരെ വീക്കാ. വീണ്ടും പനി പിടിച്ച് കിടക്കാനാ ഭാവം? അവളുടെ മിഴികൾ നിറഞ്ഞൊഴുകി. അർച്ചനയോട് ഞാൻ എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ ഞാനങ്ങ് പോകും. നിസ്സഹായിയായി അവൾ ഹിമയെ നോക്കി. ട്രീസ, അതിങ്ങ് കൊണ്ടുവാ. ഹിമ തലയുയർത്തി നേഴ്സിനെ വിളിച്ചു. ഒരു തൂക്കുപാത്രത്തിൽ കഞ്ഞിയും അച്ചാറുമായി നേഴ്സ് വന്നു. എഴുന്നേറ്റിരിക്കെ, ആദ്യം കഞ്ഞി കുടിക്കേ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. അവൾ മെല്ലെ എഴുന്നേറ്റു. തൂക്കുപാത്രം തുറന്ന് അതിൽ സ്പൂണിട്ട് നേഴ്സ് അവളുടെ കയ്യിൽ കൊടുത്തു. തൂക്കുപാത്രത്തിൻ്റെ അടപ്പിൽ അച്ചാറും വെച്ച് ദയനീയമായി അർച്ചന ഹിമയെ നോക്കി. കഴിക്ക്, അപ്പോഴേക്ക് ഞാൻ വരാം. നിറഞ്ഞൊഴുകുന്ന കണ്ണോടെ അർച്ചന കഞ്ഞി കോരി കുടിച്ചു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഹിമ വന്നു. ഇനി പറ, എന്താ അർച്ചനയുടെ ജീവിതത്തിൽ സംഭവിച്ചത്? ഒരു സ്റ്റൂൾ വലിച്ചിട്ട് ഹിമ അരികിലിരുന്നു. ഫോൺ നഷ്ടപ്പെട്ടതു മുതലുള്ള എല്ലാ കാര്യങ്ങളും വിങ്ങിപ്പൊട്ടി അർച്ചന പറഞ്ഞു. ഒട്ടലോടെയാണ് ഹിമ അത് കേട്ടിരുന്നത്. ഹിമയ്ക്ക് സഹതാപം തോന്നി. എൻ്റെ മോനെ എനിക്ക് നഷ്ടപ്പെട്ടു. പൊട്ടിക്കരഞ്ഞ അവളുടെ ശിരസിൽ ഹിമ കൈവച്ച് തഴുകി. മരിക്കാതെ ഞാനിപ്പോഴും ജീവിക്കുന്നത് എൻ്റെ കുഞ്ഞിന് വേണ്ടിയാ. എന്നെ സഹായിക്കാൻ ആരുമില്ല. എന്നെ കൈവിടല്ലേ. ഹിമയുടെ കയ്യിൽ അവൾ മുറുകെ പിടിച്ചു. ധൈര്യമായിട്ടിരിക്കെ, നിന്നെ ഞാൻ സഹായിക്കാം. അപ്പോൾ തന്നെ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കേണ്ടതല്ലേ? എന്താ അത് ചെയ്യാതിരുന്നത്? ഞാൻ കണ്ണു തുറക്കുമ്പോൾ കാർത്യായനിയുടെ വീട്ടിലാ. അവൾക്കിതിൽ ഒരു കൈയുണ്ടെന്ന് നീ കരുതുന്നുണ്ടോ? എങ്കിൽ കാര്യങ്ങൾ എളുപ്പത്തിലാവും. അവർ അറിഞ്ഞിട്ടില്ല. അവിടെയുള്ള ആരോ ഞങ്ങളെ നോട്ടമിട്ടിരുന്നു പിന്നാലെ വന്നതാ. നീ പറയുന്ന നേഴ്സിംഗ് അസിസ്റ്റൻ്റ് എന്നെ വിളിച്ചിട്ടൊന്നുമില്ല. നീ പറയുന്ന ദിവസം ഞാൻ പുനലൂരിൽ ഉണ്ടായിരുന്നു. അവൾ നിന്നെ പറ്റിച്ചതാ. എൻ്റെ കുഞ്ഞ് പോയില്ലേ മാഡം? അവൾ കരഞ്ഞു. നീ സമാധാനമായിട്ടിരിക്കെ. നാളെ നിന്റെ കൂടെ ഞാനും വരാം. നമുക്ക് പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കാം. എന്നെ പോലീസ് കണ്ടെത്തി തരും. അവൾ കരച്ചിലമർത്തി തലയാട്ടി. അവളുടെ കയ്യിൽ തഴുകി ഹിമ ആശ്വസിപ്പിച്ചു. ഭ്രാന്തിയെപ്പോലെ കാർത്തിയായനി വീടിനുള്ളിൽ വിരളി പിടിച്ച് നടന്നു. നടക്കുന്നതിനിടയിൽ അവൾ തല മാന്തി പറിച്ചു. ചന്ദ്രി അത് നോക്കി നിന്നു. തെന്മലയിലും കുളത്തൂപ്പുഴയിലും പുനലൂരും തിരഞ്ഞുപോയ ആർക്കും അർച്ചനയെക്കുറിച്ച് ഒരു വിവരവും കിട്ടിയില്ല. തിരച്ചിൽ രാത്രിയും തുടരുകയായിരുന്നു. കൊച്ചു മരിച്ചുപോയ സങ്കടത്തിൽ പെണ്ണ് ഡാമിലെങ്ങാനും ചാടി കാണുമോടി? എനിക്കങ്ങനെയാ തോന്നുന്നത്. ചന്ദ്രി സംശയം പ്രകടിപ്പിച്ചു. ചാടിച്ചാവാൻ പോകുന്നവൾ ബാഗും കൂടി കൊണ്ടുപോവോ? ആംബ്രോസിൻ്റെ മൊബൈലും അടിച്ചോണ്ട് അവൾ പോയത്. കടന്നു കളഞ്ഞത് തന്നെ. നാളെ അവളെ കൊണ്ടുപോകാൻ വകയിലൊരു ബന്ധു വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അയാളോട് ഞാൻ എന്ത് പറയും ചന്ദ്രി? ഇളയച്ചൻ്റെ വീട്ടിലെങ്ങാനും എത്തിയോ? അവിടെ ഒന്ന് അന്വേഷിക്കേണ്ടതായിരുന്നു. 2 പേര് അവിടെയും ചെന്നു. വീട്ടിനുള്ളിൽ കയറി നോക്കുകയും ചെയ്തു. അങ്ങോട്ടൊന്നും ചെന്നിട്ടില്ല. നന്ദി കെട്ടവൾ. വയറൊഴിഞ്ഞപ്പോൾ കടന്നു കളഞ്ഞതാ. ഞാനിനി പുലിവാല് പിടിക്കുവാന്ന എൻ്റെ പേടി. കാർത്തിയായനി അസ്വസ്ഥയായി. ഒരു വാക്ക് പറഞ്ഞിട്ട് പെണ്ണിന് പോയിക്കൂടായിരുന്നോ? എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഇത്രയൊക്കെ ചെയ്തു കൊടുത്തിട്ടും മഹാപാപി എന്നോടത് ചെയ്തില്ലേ? കാർത്തിയായനി അർച്ചനയെ പ്രാഗി. ആ പെണ്ണ് വന്ന കാര്യം ചന്ദ്രി ആരോടും പറയല്ലേ. നീ പറഞ്ഞ മാതിരി ഡാമിലെങ്ങാനും ശവം പൊന്തിയാൽ അതിൻ്റെ പിന്നാലെ ഞാൻ പോകേണ്ടി വരും. ഞാനാരോടും പറയില്ല. രാത്രി 8 മണി കഴിഞ്ഞപ്പോൾ ചന്ദ്രി വീട്ടിലേക്ക് പോയി. എൻ്റെ ഈശ്വരന്മാരെ, നശിച്ചവളെ കയ്യിൽ കിട്ടണേ. 10:30 മണിയായപ്പോൾ റോഡിൽ ഒരു വാഹനത്തിൻ്റെ ഇരമ്പൽ കേട്ടു. കാർത്തിയായനി വേഗം വരാന്തയിലേക്ക് ഇറങ്ങി. ആംബ്രോസിൻ്റെ സംസാരം കേട്ടു. ഇരുട്ടിൽ നിന്ന് ആംബ്രോസും കൂട്ടുകാരും കയറി വന്നു. അവൾ എവിടെയാ? ചീത്ത വിളിച്ചുകൊണ്ട് ആംബ്രോസിൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് കാർത്തിയായനി അടുപ്പിച്ചു. ചേച്ചി, തിരയാൻ ഒരിടവുമില്ല. ഞാൻ പറയുന്നത് ചേച്ചി ഒന്ന് കേൾക്ക്. എനിക്കൊന്നും കേൾക്കണ്ടടാ പട്ടി. നാളെ നേരം വെളുക്കുമ്പോൾ നീ എൻ്റെ ശവമേ കാണൂ.
ആ കാലൻ പുനലൂര് വന്ന് കിടക്കുക. ഏതു നേരവും അവൻ വരും. ചേച്ചി ചേച്ചി ഇവിടെ നിന്നും മാറി നിൽക്കുന്നതാ നല്ലത്. നീ പറയുന്ന പോലൊന്നും കാര്യങ്ങൾ തീരില്ല. രാഘവന്റെ കണ്ണു വെട്ടിച്ച് എവിടെ പോയി ഒളിക്കാനാ? കമ്പത്തും തേനിയിലും അയാൾക്ക് കൂട്ടുകാരുണ്ട്. നിനക്കൊക്കെ കള്ളും പണവും തന്ന് കാവല് കിടത്തിയിട്ട് എന്നോട് ഈ ചതി ചെയ്തല്ലോടാ. തെറിവിളി കേട്ട് ആംബ്രോസും കൂട്ടുകാരൻ തല കുനിച്ചു. അവൾക്ക് ഏതോ ഡോക്ടറുമായി അടുപ്പമുണ്ടായിരുന്നു. ഫോൺ വിളിച്ചു വരുത്തി ആ ഡോക്ടറുടെ കൂടെ പോയതാ. രാഘവനോട് ഞാൻ എന്തു പറയും? കാർത്തിയായനി കസേരയിൽ ചെന്നിരുന്നു. ചേച്ചി ധൈര്യമായിട്ടിരിക്കെ. വരുമ്പോൾ സംഭവിച്ചത് പറയാം. ചേച്ചിയെ ഉപദ്രവിക്കാതെ ഞങ്ങൾ നോക്കിക്കോളാം. മുട കാണിച്ചാൽ തെന്മലയിന്ന് അവൻ പോവില്ല. ആംബ്രോസ് ഷർട്ടിൻ്റെ കോളർ വലിച്ചു കയറ്റി. വേണ്ട, ഒറ്റയിരുത്തനും ഇവിടെ വേണ്ട. പോയി പെണ്ണിനെ തിരയാൻ നോക്ക്. ആക്രബിനുവിൻ്റെ മൊബൈൽ റിങ് ചെയ്യാൻ തുടങ്ങി. അവൻ ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തു. ആരാടാ? ആംബ്രോസ് ചോദിച്ചു. ഷിബുവാ, എടുക്കടാ. ആക്രബിനു കോൾ എടുത്തു. ഉടൻ ആംബ്രോസിൻ്റെ നേരെ നീട്ടി. ആംബ്രോസ് ഫോൺ വാങ്ങി. അളിയ, നീ എവിടെയാ? തെന്മലയിൽ. എന്തെങ്കിലും വിവരമുണ്ടോടാ? ആംബ്രോസ് ചോദിച്ചു. അളിയ, അർച്ചനയെന്നൊരു പെണ്ണ് പുനലൂര് ഹോളി ക്രോസ് ഹോസ്പിറ്റലിലുണ്ട്. ഇന്ന് വെളുപ്പിന് പനി പിടിച്ചു കൊണ്ടുവന്നതാ. ഇതവൾ തന്നെയാ. ആംബ്രോസ് ഉണർന്നു. നീ അവിടെ നിന്നോ, ഞങ്ങളിതാ വരുന്നു. എന്താടാ? കാർത്തിയായനി ജിജ്ഞാസപ്പെട്ടു. അർച്ചനയെന്നൊരു പെണ്ണ് പുനലൂര് ഹോസ്പിറ്റലിലുണ്ടെന്ന് ഇന്ന് വെളുപ്പിന് കൊണ്ടുചെന്നതാത്രേ. സംശയിക്കണ്ടട മക്കളെ, അതവൾ തന്നെ. ഇന്നലെ രാത്രി ചെറിയ പനി അവൾക്കുണ്ടായിരുന്നു. നിങ്ങൾ വിട്ടോ. കൂട്ടിന് നമ്മുടെ എല്ലാ പിള്ളേരെയും വിളിച്ചോ. ആരെ കൊന്നിട്ടായാലും അവളെയും കൊണ്ടേ വരാവൂ. അതാ പെണ്ണാണെങ്കിൽ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കും. വരിനടാ. ആംബ്രോസും കൂട്ടുകാരും ഇരുട്ടിലേക്ക് ചാടി മറഞ്ഞു. റോഡിൽ നിന്ന് മാരുതി ഓമ്നി ഇരമ്പിപ്പോയപ്പോൾ കാർത്തിയായനി തണുപ്പ് സഹിക്കവയ്യാതെ അകത്ത് കയറി വാതിലടച്ചു. അവർക്കൊരു ആവേശം കൊടുത്തെങ്കിലും അത് അർച്ചനയായിരിക്കുമെന്ന് ഉറപ്പില്ലായിരുന്നു. അവളാണെങ്കിൽ ആംബ്രോസ് കൊണ്ടുവന്നിരിക്കും, അതുറപ്പാണ്. ഒറ്റ വലിക്ക് കാർത്തിയായനി 2 ഗ്ലാസ് വാറ്റ് ചാരായം അകത്താക്കി. തണുപ്പ് ശമിച്ചു തുടങ്ങിയപ്പോൾ കസേരയിൽ ചെന്നിരുന്നു. ആ ഇരിപ്പിൽ കാർത്തിയായനി മയങ്ങിപ്പോയി. വാതിലിൽ തട്ടുന്ന ഒച്ച കേട്ടാണ് കണ്ണു തുറന്നത്. പുറത്തൊരു സ്ത്രീ ശബ്ദം കേട്ടപ്പോൾ അവർ ചാടി എഴുന്നേറ്റു. ചെന്ന് കതക് തുറന്നു. വാതിലിന് മുന്നിൽ പിന്നിൽ കൈകെട്ടി വൃത്തികെട്ട ചിരിയുമായി ചെവള രാഘവൻ നിൽപ്പുണ്ടായിരുന്നു. ഇരുവശത്തുമായി കറുത്ത് തടിച്ച 2 തമിഴത്തികളും. നോവൽ തുടരും.